3200 രൂപയായിരിക്കും അടുത്ത ആഴ്ച നിങ്ങൾക്ക് പെൻഷൻ എമൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഏകദേശം 10-15 മാസത്തോളം മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇപ്പോൾ ഓരോ ഗഡുക്കളായിട്ട് ഇപ്പോൾ സർക്കാർ തന്നു തീർക്കുവാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ, അതായത് ഡിസംബർ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് 3 മാസത്തെ പെൻഷൻ തുകയാണ് കിട്ടിയത്. അതായത് ആദ്യത്തെ ആ ഒരാഴ്ച നിങ്ങൾക്ക് 2 മാസത്തെ എമൗണ്ടായ 3200 രൂപയും പിന്നെ ക്രിസ്മസ് ടൈമിൽ ആ ഒരു ഗഡുവും കൂടി ചേർത്തിട്ട് ഏകദേശം 4800 രൂപയാണ് കഴിഞ്ഞൊരു മാസം നിങ്ങൾക്ക് 3 മാസത്തെ ആ ഒരു പെൻഡിങ് എമൗണ്ട് തന്നു തീർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മാസവും നിങ്ങൾക്ക് ആദ്യത്തെ ഈ ഒരു ആഴ്ച തന്നെ 3200 രൂപ ഈ ഒരു പെൻഡിങ് എമൗണ്ട് തന്നു തീർക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചയോട് കൂടി തന്നെ അത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാ കുടിശ്ശിക എമൗണ്ടും തന്നു തീർക്കും എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ രൂപ വാങ്ങുന്നവർക്ക് 2000 രൂപ അടുത്ത ആഴ്ചയോട് കൂടി തന്നെ അതും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് എന്തായാലും ഈ ഒരു പെൻഷൻ എമൗണ്ടിൽ കൂടി വർധനവ് ഉണ്ടാകുമെന്നൊരു രീതിയിൽ റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. അതായത് ഇപ്പോൾ 500 രൂപയോളം കൂട്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു പെൻഷൻ എമൗണ്ട് 2500 രൂപയാക്കി മാറ്റാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും പിന്നെ 2500 രൂപയായിരിക്കും ആ ഒരു പെൻഷൻ എമൗണ്ട്. 2500 രൂപ എന്നുള്ളൊരു വലിയ എമൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ പുതിയതായിട്ട് പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ഓരോ ദിവസവും അതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാരുടെ എണ്ണവും ഇപ്പോൾ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും അർഹതയുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള മാസങ്ങളിലും ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുക. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ ചിലർക്കൊക്കെ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതിന് 2 റീസണുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഇതുവരെ മുൻപ് ഈ ഒരു പെൻഷന് വേണ്ടി അപേക്ഷിച്ച ടൈമിൽ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും അവർ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ പോലും വീണ്ടും ചില അപ്ഡേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലരോട് പിന്നെയും രീതിയിൽ അവർ വരുമാന സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അതായത് വരുമാന സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം നിങ്ങളുടെ ആ ഒരു വാർഷിക വരുമാനം, അതായത് വാർഷിക വരുമാനം നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പെൻഷൻ കിട്ടാനുള്ള യോഗ്യത ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നവർ എന്തായാലും അവർക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും വരുമാന സർട്ടിഫിക്കറ്റോട് ഉദ്ദേശിക്കുന്നത് അവരുടെ കുടുംബത്തിൻ്റെ ആ ഒരു വാർഷിക വരുമാനമാണ്. ആ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും കൂടി കൂട്ടിയിട്ടുള്ളൊരു വാർഷിക വരുമാനം, അതായത് വിവാഹിതരായിട്ടുള്ള മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാവരുടെയും കൂടി ആ ഒരു വരുമാനമാണ് ആ ഒരു ഇൻകം സർട്ടിഫിക്കറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ പെൻഷൻ വാങ്ങുന്നവർക്ക് ജോലി ഇല്ലെങ്കിൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ആ ഒരു രീതിയിലാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോൾ അക്ഷയ മുഖാന്തരമോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്റർ മുഖാന്തരമോ നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവർക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പുനർവെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ചിലരോട് മാത്രമേ ഈ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു മെസ്സേജോ കാര്യങ്ങളോ ചിലപ്പോൾ നിങ്ങളെ മെമ്പർ അറിയിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോണിൽ മെസ്സേജ് വരുന്നതായിരിക്കും. അങ്ങനെ കാര്യങ്ങൾ അറിയിപ്പ് കിട്ടിയിട്ടുള്ളവർ മാത്രം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയായിരിക്കും. എല്ലാവർക്കും ഇത് ബാധകമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ വിധവാ പെൻഷനും അതുപോലെ തന്നെ അവിവാഹിത പെൻഷനൊക്കെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്നുണ്ടും അതുപോലെ നിങ്ങൾ ഇതുവരെയും വിവാഹം ചെയ്തിട്ടില്ല എന്നൊരു രീതിയിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഈ ഒരു വിധവ പെൻഷൻകാർക്കൊക്കെ പെൻഷൻ മുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ചിലർക്കൊക്കെ അക്കൗണ്ടിൽ ഇപ്പോൾ പെൻഷൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്കി കേന്ദ്ര സർക്കാരിൻ്റെ എമൗണ്ടും കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക്